മഹാനായ അനസ് തങ്ങൾ വിടുന്നു പറഞ്ഞു തരുന്നുണ്ട്, മക്കള് മരിച്ചു പോകുന്ന മാതാപിതാക്കളുണ്ടല്ലോ, പടച്ചവനെ ഇങ്ങോട്ട് കടന്നു വരുമ്പോ 40 ദിവസം മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് സൈൻ എന്ന പൊന്നുമോനെ കുറിച്ച് കേട്ടു. അല്ലാ, 3 വയസ്സുള്ള പൊന്നുമോനാണല്ലോ സിംസാർ എന്ന നമ്മുടെ സഹോദരന്റെ പൊന്നുമോൻ. അല്ലാഹുവേ, എനിക്കും ഒരു മോനുണ്ട് സഹോദരാ, 1 വയസ്സുള്ള പൊന്നുമോൻ. എങ്ങനെയാ നമുക്ക് സഹിക്കാൻ കഴിയുന്നത്? പൊന്നാര മക്കള് നമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മുന്നിലും മയ്യത്തായി കിടക്കുന്നത് ഒരു ഉപ്പാക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരു ഉമ്മാക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബേ ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ടി വരുന്നൊരവസ്ഥ നീ തരല്ലേ അല്ലാ. ഇങ്ങനെ ദുആ ചെയ്യാത്തൊരുപ്പയുമില്ല, ഇങ്ങനെ ദുആ ചെയ്യാത്തൊരുമ്മയുമില്ല. ആ സഹോദരന്റെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സഹോദരനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട 3.5 വയസ്സുള്ള മുഹമ്മദ് സൈൻ എന്ന പൊന്നുമോൻ തന്റെ മുന്നിലും മരിച്ചു വീഴുന്നത് കണ്ട ആ ഉമ്മാടെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കൂ. അവരെ രക്ഷിക്കുവാൻ വേണ്ടി, പൊന്നാര മകനെ രക്ഷിക്കുവാൻ വേണ്ടി ഓടിച്ചെന്ന ആ വെല്ലുപ്പാടെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? അതാ ജിബ്രീൽ തങ്ങള് നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരനും ഭാര്യയ്ക്കുമുള്ള പ്രതിഫലം കേട്ടോ, ആ ചെറുപ്പക്കാരനും ഭാര്യയ്ക്കുമുള്ള പ്രതിഫലം കേട്ടോ. പൊന്നാര മക്കള് നമ്മള് ജീവിച്ചിരിക്കുമ്പോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കേട്ടോ. അതാ ജിബ്രീൽ തങ്ങള് നബി തങ്ങളോട് പറയുകയാ, ഒരു കുഞ്ഞെങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ആ കുഞ്ഞിന്റെ റൂഹുമായിട്ട് 1000 മലക്കുകളുടെ അകമ്പടിയോടെ അസ്റായീൽ അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു ചെല്ലുമ്പോ അതാ പടച്ച റബ്ബ് മലക്കിനോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ട് തന്നെയല്ലേ നീ റൂഹുമായിട്ട് വന്നത്? ആ സമയത്ത് എന്റെ അടിമയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? അവര് ക്ഷമിച്ചോ മലക്ക്, അവര് ക്ഷമിച്ചോ അസ്റായീൽ? എന്റെ അടിമയുടെ കരളിന്റെ കഷണവുമായിട്ട് നീ എന്റെ മുന്നിലോട്ട് കടന്നു വന്നപ്പോൾ എന്റെ അടിമ ക്ഷമിച്ചോ അസ്റായീൽ? അതാ അസ്റായീൽ പറയുകയോ, അല്ലാഹുവേ അവര് വല്ലാത്ത ദുഃഖത്തിലാ റബ്ബേ, അവര് വല്ലാത്ത ദുഃഖത്തിലാ റബ്ബേ. ഈ സമയത്ത് അല്ലാഹു മലക്കിനോട് പറയുകയാ, മലക്കുൽ മൗത്തിനോട് പറയുകയാ, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്വർഗത്തിലൊരു ഭവനമുണ്ട്, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്വർഗത്തിലൊരു ഭവനം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാർക്കെന്നറിയുമോ? മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോ മക്കളും മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ളതാണ് ബൈത്തുൽ ഹംദ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കള് മരണപ്പെട്ടു പോയ വാപ്പാ, മക്കള് മരിച്ചുപോയ ഉമ്മ, ഇത് വെറുതെയല്ല സഹോദരാ, ഈ മരണം വെറുതെയല്ല സഹോദരാ. നാളെ പരലോകത്തോട്ട് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ ആ പൊന്നാര മകൻ നിങ്ങളെ കാത്തിരിക്കുകയോ, ആ പൊന്നാര മകൻ നിങ്ങളെ കാത്തിരിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, നാദാ എന്റെ ഉപ്പാടയും ഉമ്മാടയും കൂടെ ഈ ദുനിയാവിൽ എനിക്ക് നീ ജീവിതം തന്നില്ല റബ്ബേ, ഇതിന് പകരമായിട്ട് നീ എനിക്ക് ഈ പരലോകത്ത് സ്വർഗം തരണേ അല്ലാ. എന്നാ കുഞ്ഞുനാളെ പരലോകത്ത് റബ്ബിനോട് പറയുമെന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ.